അസ്സലാമു അലൈക്കും. നമ്മളൊക്കെ ചെറുപ്പം മുതലേ പറഞ്ഞു കേട്ടിട്ടുള്ളതാണെന്ത്, എല്ലാ രോഗത്തിനും ഷിഫുണ്ട്, ഷിഫില്ലാത്തൊരു രോഗവും അള്ളാഹു ഇറക്കിയിട്ടില്ല എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാം മതത്തിലല്ല, എല്ലാ മതങ്ങളിലും ഇതേ ആശയം തന്നെയാണ് വൈദ്യശാസ്ത്ര സംബന്ധമായി വന്നിട്ടുള്ളത്. സംസ്കൃതത്തിലൊരു ശ്ലോകം ഉണ്ടല്ലോ, പദ്യം മോശമായാൽ ചികിത്സിച്ചിട്ട് കാര്യമില്ല, പദ്യം നന്നായാൽ ചികിത്സയുടെ ആവശ്യവുമില്ല എന്ന്. അപ്പോൾ ചെറുപ്പം മുതലേ എൻ്റെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ്, പിന്നെ എന്തുകൊണ്ടാണ് ഷുഗർ ആയാലും BP ആയാലും എത്ര ചികിത്സിച്ചിട്ടും അല്ലെങ്കിൽ എത്ര പണം മുടക്കിയിട്ടും രോഗം മാറാത്തത്? സാധാരണക്കാരെന്ത് ചെയ്യാണ്, അവരുടെ വീടും അതുപോലെ തന്നെ മറ്റുള്ള സ്വത്തും കാര്യങ്ങളൊക്കെ വിറ്റിട്ടാണ് ചികിത്സിക്കുന്നത് അല്ലേ? ഇത്ര അധികം ചികിത്സിച്ചിട്ടും രോഗങ്ങൾ മാറണില്ല, അതെന്തുകൊണ്ടാണെന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ചെറുപ്പം മുതലേ പറഞ്ഞു കേൾക്കുന്ന ഒരു ഉത്തരമാണ് എന്ത്, അള്ളാഹു ഷിഫ ഇറക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ മരുന്ന് ഇറക്കിയിട്ടുണ്ട്, നമ്മളെ ഡോക്ടർമാർ അത് കണ്ടുപിടിക്കാത്തതുകൊണ്ടാണെന്ന്. അത് സത്യമാണോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറയുന്നത്, ഡോക്ടർമാർ മരുന്ന് കണ്ടുപിടിക്കാത്തത് കൊണ്ടാണോ അതോ നമ്മുടെ ഭക്ഷണക്രമം, ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് വേദങ്ങളിലും അതുപോലെ തന്നെ ഇസ്ലാമിക് ലിറ്ററേച്ചറുകളിലും വന്നിട്ടുള്ള നിർദ്ദേശങ്ങളും കൽപ്പനകളും നമ്മൾ അട്ടിമറിച്ചതുകൊണ്ടാണോ എന്നാണ് ചോദിക്കാനുള്ളത്. ഇപ്പോൾ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക, പ്രത്യേകിച്ച് രോഗികൾ, അതാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ചികിത്സയുടെ അടിത്തറ എന്ന് നമുക്ക് പ്രവാചക വൈദ്യ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയും. പക്ഷേ നമ്മുടെ അലോപ്പതി ലിറ്ററേച്ചറുകളിലൊക്കെ വളരെ കൃത്യമായി പറയുന്നത് രോഗികൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം എന്ന് തന്നെയാണ് അല്ലേ? വിശന്നാലും വിശന്നില്ലെങ്കിലും അവർ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം. ഈ അടുത്ത് ഞാനൊരു ഡോക്ടറെ വീഡിയോ കണ്ടത്, അദ്ദേഹം പറയുന്നത് പനി വന്നാൽ കഞ്ഞി മാത്രം കുടിക്കുന്നത് മണ്ടത്തരാണ്, അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, നമ്മൾ കോഴിമുട്ട തിന്നണം, എന്നാലേ ആവശ്യമായ പ്രോട്ടീന് കിട്ടുള്ളൂ, എന്നാലേ എന്തുണ്ടാവുള്ളൂ, ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുകയുള്ളൂ എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അപ്പം ഞാൻ പറയുന്നത്, ഈ വൈരുദ്ധ്യം നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്നിടത്താണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മളെ രോഗങ്ങൾ മാറാ രോഗങ്ങളാവുന്നതും സാധാരണക്കാർ അവരുടെ കുടുംബം വിറ്റ് ചികിത്സിക്കേണ്ടി വരുന്നതും. അസ്സലാമു അലൈക്കും.